ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പെർഫെക്റ്റ് ഇൻസ്റ്റൻറ്റ് റാഗി അപ്പമാണ്. നമ്മൾ സാധാരണ അരി വെച്ച് ചെയ്യുന്ന അപ്പത്തിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ഞാനിന്നിവിടെ ചെയ്യുന്നത് അധികം മസാലാസ് ചേർക്കാത്ത ഒരു മുട്ട റോസ്റ്റും കൂടിയാണ്. അപ്പോൾ ഈ റാഗി അപ്പം ആദ്യമേ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പോളം റാഗി മാവ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1.5 കപ്പ് വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ മാവും വെള്ളവും കൂടി ചേർന്നിട്ട് കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ ഒരു തവി വെച്ചോ സ്പൂൺ വെച്ചോ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ചിരിയ തേങ്ങ ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ തലേ ദിവസം വേവിച്ച് വെച്ചിട്ടുള്ള ചോറുണ്ടെന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റാണ്. അപ്പോൾ 1/4 കപ്പും 2 ടേബിൾ സ്പൂണും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ചോറില്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം അളവിന് അവിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ഒന്ന് കുതിർത്തിയിട്ട് വേണം അവിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡ്രൈ ഈസ്റ്റും 1 ടീസ്പൂണോളം പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് 1-2 ട്രിപ്പുകളായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് ആദ്യമേ ഒഴിക്കുന്നുണ്ട്. 2 ട്രിപ്പായിട്ടാണ് ഞാനിതിപ്പോൾ അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി കലക്കി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അനക്കാണ്ട് മൂടി വെച്ച് കൊടുക്കുക 1 മണിക്കൂറോളം. 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നല്ല ചൂടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അത്രയും മതിയാവും, നന്നായിട്ട് പുളിച്ചിട്ടുണ്ടാവും. അല്ല നല്ല തണുപ്പുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ വെക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഇപ്പോൾ ഞാനിവിടെ എന്തായാലും 1 മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും മാവ് പുളിച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കട്ടിയിലാണെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഒരു അപ്പച്ചട്ടി എടുക്കുക, ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക, ഒരു തവി മാവ് കോരി ഒഴിക്കുക, ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക, ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അപ്പത്തിൻ്റെ ബാറ്റർ ഇതുപോലെ മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു തവി മാവെടുക്കുക, അപ്പോഴേ മൂടി വെച്ച് കൊടുക്കുക. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ അരി അരച്ചുണ്ടാക്കുന്ന അപ്പവും ഈ ഇൻസ്റ്റൻറ്റ് അപ്പവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതേമാതിരി തന്നെ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റും അങ്ങനെ തന്നെയാണ്. ഒരു കാരണവശാലും ആരും പറയില്ല ഇത് റാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തതെന്ന്. ഈ കളറ് കണ്ടാലും മാത്രമേ ചോദിക്കുകയുള്ളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ചിലർക്ക് റാഗിയുടെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമാവത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ചോയ്സാണ് കേട്ടോ. അപ്പോൾ ഇതിനി ബെസ്റ്റ് ഒരു കോമ്പിനേഷൻ വേണ്ടേ, അതിന് ഈ ഒരു മുട്ട റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഒരു അടുപ്പത്തോട്ടൊരു പാത്രം വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണേ. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 ചെറിയ സവാള ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ കറി വയ്ക്കുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് സവാള ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി സവാളയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാളയുടെ നിറമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ തന്നെ ഒരു 2 പച്ചമുളക് അതിൻ്റെ കൂടെ വെച്ച് തന്നെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുള്ള മിക്സാണിത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയുടെ നിറവും ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ ഗരം മസാല. ഇത്രയും പൊടികൾ ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ പൊടികളുടെയൊക്കെ ആ പച്ച സ്മെല്ലൊന്ന് മാറി വരുന്ന സമയത്ത് ഒരു 1/4 കപ്പോളം ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പും എരിവും എല്ലാം പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് മുട്ടയൊക്കെ ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഈ ഒരു ഗ്രേവിയിലേക്ക് വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ മല്ലിയിലയുടെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വളരെ കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുട്ട റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ് ഈ ഒരു റാഗി അപ്പവും ഈ ഒരു മുട്ട റോസ്റ്റും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.